അഞ്ചൽ മണലിൽ RPC പേപ്പർ മിൽ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധവുമായി ട്രേഡ് യൂണിയനുകൾ രംഗത്ത്. തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ മാനേജ്മെന്റ് നിഷേധിക്കുന്നതായും പ്രമുഖ ട്രേഡ് യൂണിയനുകളായ AITUC, CITU എന്നിവർ ആരോപിക്കുന്നു. കഴിഞ്ഞ 14 വർഷമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ 75-ൽ പരം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. 14 വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള തൊഴിലാളികളുടെ ശമ്പളം പ്രതിദിനം 250 രൂപയാണ്. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ മാനേജ്മെന്റ് ഒരു രേഖകളും നൽകാതെ തൊഴിലാളികളിൽ നിന്നും ഡിപ്പോസിറ്റായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന് നാളിതുവരെ 1 രൂപ പോലും പലിശ നൽകിയിട്ടില്ല. ആകെ ജോലി ദിനത്തിലെ 60% ബോണസ് നൽകുന്ന രീതിയാണ് മാനേജ്മെന്റ് സ്വീകരിച്ചു പോകുന്നതും. ഈ തൊഴിലാളി ദ്രോഹ നിലപാടിനെതിരെ സമരവുമായാണ് ട്രേഡ് യൂണിയനുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ CITU അംഗങ്ങളായ സതീഷ്, അനിൽകുമാർ, AITUC അംഗങ്ങളായ ഷിജു തോമസ്, അനിമോൻ, സാബു P. ജോർജ് എന്നിവർ പങ്കെടുത്തു. 11 വർഷങ്ങൾ കഴിയുമ്പോഴാണ് RPC പേപ്പർ മില്ലിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള അവിടുത്തെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വേതനമെന്ന് പറയുന്നത് ഒരു ദിവസം 200 രൂപയും 250 രൂപയുടെ ഇടയിലാണ്. അതുതന്നെ 250 രൂപ 200 രൂപ വേതനം കിട്ടുമ്പോൾ അതിന്റെ 60% മാത്രമാണ് ബേസിക് പ്ലസ് DA ആയിട്ടുള്ളത്. 100 രൂപ വേതനം വാങ്ങുമ്പോൾ 60 രൂപ ബേസിക് പ്ലസ് DA ആയിട്ടാണ് അവർ ശമ്പളത്തെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ കിട്ടുന്നത്, PF-ലെ എമൗണ്ട് അടയുന്നത്, ബോണസ് ലഭിക്കുന്നതെല്ലാം ഈ ബേസിക് പ്ലസ് DA എമൗണ്ടിനാണ്. 5000 രൂപ കിട്ടുന്ന ഒരാൾക്ക് അതിന്റെ 60% മാത്രമാണ് മറ്റ് ആനുകൂല്യങ്ങൾക്ക് ആയി മാറ്റുന്ന തുകയെന്ന് പറയുന്നത്. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഓണത്തിന് ഡിമാൻഡ് നോട്ടീസ് കൊടുത്തുകൊണ്ട് പലതവണ ചർച്ചകൾ നടത്തി ഏതാണ്ട് RGLC വരെ ചർച്ച നടത്തിയിട്ടും പരിഹാരമാകാതെ 20% ബോണസും അതിന്റെ തലേവർഷം 20% ബോണസും 2% എക്സ്ഗ്രേഷ്യയും തന്നുകൊണ്ടിരുന്ന മാനേജ്മെന്റിനോട് കഴിഞ്ഞ വർഷം ഞങ്ങൾ 20% ബോണസും 10% എക്സ്ഗ്രേഷ്യയും ആവശ്യപ്പെട്ടു. എന്നാൽ RGLC വരെയുള്ള ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ചർച്ച നടത്തിയിട്ടും വഴങ്ങാതിരുന്ന നമ്മുടെ ഇവിടുത്തെ മാനേജ്മെന്റ് ഇവിടെ MLA അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ, CPIയുടെയും CPM-ന്റെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മധ്യസ്ഥയിലാണ് കഴിഞ്ഞ വർഷം 2%, അതും അതോടൊപ്പം തന്നെ കൊല്ലൂർ CA-യുടെ എങ്കിലും മധ്യസ്ഥയിലാണ് 2% വർദ്ധിപ്പിച്ച് 4% എക്സ്ഗ്രേഷ്യയാക്കി കഴിഞ്ഞ തവണ ബോണസ് കൊടുത്തത്. എന്നാൽ ഈ വർഷം ഓണത്തിന് മുമ്പേ തന്നെ ഞങ്ങൾ 1 മാസത്തിന് മുമ്പേ തന്നെ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തുകൊണ്ട് ഇത്തവണ എക്സ്ഗ്രേഷ്യ 10% വർദ്ധിപ്പിക്കണമെന്ന ഡിമാൻഡ് ഞങ്ങൾ വയ്ക്കുകയും എന്നാൽ ഓണത്തിന് ഒരാഴ്ച മുമ്പ് വരെ ഇതിന്റെ ചർച്ചയ്ക്ക് വിളിക്കാതെ താമസിപ്പിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ അഡീഷണൽ ആയിട്ട് 6% കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് 10% എക്സ്ഗ്രേഷ്യയാക്കണമെന്ന് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബോണസിലെ എമൗണ്ട് മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കാരണം ശമ്പള വർധനവ് 1 രൂപ പോലും ശമ്പള വർധനവില്ലാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ബോണസ് വാങ്ങിയ ആ സാഹചര്യത്തിൽ നിന്നുള്ള ജീവിത സാഹചര്യവും ജീവിത ചെലവും അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലവർധനവും ഏകദേശം 30 മുതൽ 40% വരെ ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് 6% മാത്രമാണ്. എന്നാൽ ആ മാനേജ്മെന്റ് പലവട്ടം ചർച്ച നടത്തിയിട്ടും ഉത്രാടത്തിന്റെ തലേ ദിവസം രാത്രിയിൽ ചർച്ച 2 മണിക്ക് പിരിയുമ്പോഴും 200 രൂപയല്ലാതെ 1 രൂപ പോലും ഞങ്ങൾ എക്സ്ഗ്രേഷ്യയിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അഡമന്റ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്താണ് മാനേജ്മെന്റ് പിരിയുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.